ഡോക്ടർ ശ്രീലക്ഷ്മി. ഒരുപാട് കാലമായിട്ട് അൺഡ്രൈ ജെല്ലും അൺഡ്രൈ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ണിന്റെ അടിയിലെ കറുപ്പിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇത് മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡാർക്ക് സർക്കിൾസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കോസസ് എന്ന് നോക്കാം. ആദ്യം ഉറക്കക്കുറവ്, സ്ട്രെസ്, ഇനി ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇതൊക്കെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാക്കും. ഇനി നമ്മുടെ ശരീരത്തിന് ജലാംശം എത്ര ആവശ്യമാണോ അതുപോലെ തന്നെ അൺറൈസും ജലാംശം കുറയുമ്പോൾ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം വെയിലത്ത് പോകുമ്പോൾ, സൺ എക്സ്പോഷർ കൂടുമ്പോൾ, ഇനി നിങ്ങൾ കണ്ണിന്റെ അടിയിലെ മേക്കപ്പും അതുപോലെ തന്നെ കാജലും റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അൺറൈസ് ഡാർക്ക് സർക്കിൾസ് വരാം. ഇനി ചിലവർക്ക് ജനറ്റിക്കലി അവർ പ്രോൺ ആയിരിക്കും. അങ്ങനെയുള്ളവര് ഒരു ചെറിയ ഏജിൽ, ഏർലി ഏജിൽ തന്നെ അവർക്ക് ഡാർക്ക് സർക്കിൾസ് വന്നു തുടങ്ങും. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ല, ആന്റി ഓക്സിഡന്റ് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും, ഇനി നിങ്ങൾ അലർജിക് ആണെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ണിന് ചുറ്റും റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡാർക്ക് സർക്കിൾസ് വരുന്നത് പോലെയാവും. ഇനി നമ്മൾ എല്ലാവരും ഏജ് ആകുമ്പോൾ കണ്ണിന്റെ താഴെയുള്ള ഫാറ്റ് കുറയും. അപ്പോൾ ഒരു ഹോളോയിങ്ങും ഒരു വോളിയം ലോസും വരുന്നതുകൊണ്ട് നമുക്കൊരു ഷാഡോ ഇഫക്റ്റ് വന്നിട്ട് കണ്ണിന്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് പോലെ വരാം. ഇനി നമ്മുടെ എല്ലാവരുടെയും കണ്ണിന്റെ താഴെയുള്ള സ്കിൻ ഭയങ്കര തിന്നാണ്, ഭയങ്കര നേരിയതാണ്. സോ ചിലവർക്ക് ഈ കണ്ണിന്റെ താഴെയുള്ള ബ്ലഡ് വെസൽസ് പ്രോമിനന്റ് ആവുന്നതുകൊണ്ട് അവർക്ക് കണ്ണിന്റെ താഴെ നോക്കുമ്പോൾ ഒരു ബ്ലൂയിഷ് കളറും ഒരു ഡാർക്ക് ബ്ലൂ ടു ബ്ലാക്ക് കളറായിട്ട് വരും. ഏജിങ് കാരണം നമ്മുടെ കണ്ണിന്റെ താഴെ വരുന്ന ചുളിവുകളും അതുപോലെ തന്നെ സ്കിന്ന് ലൂസ് ആവുന്നതുകൊണ്ടും നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാം. സോ ഇത്രയും കാരണം കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഹോം റെമഡീസും ചെയ്യാമെന്ന് നോക്കാം. ആദ്യം സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ കണ്ണിന്റെ താഴെയുള്ള ആ ഒരു ഇൻഫ്ലമേഷൻ കുറയും. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, അതൊക്കെ ആ കണ്ണിന്റെ താഴെയുള്ള പഫിനെസ് കുറയ്ക്കും. ഇനി കോൾഡ് കംപ്രഷൻ, അതായത് നമ്മൾ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ വെള്ളരിക്കുക, ടീ ബാഗ് ഒക്കെ വെക്കുമ്പോൾ തൽക്കാലം കണ്ണിന്റെ അവിടെ വന്നിട്ടുള്ള ആ ഒരു പഫിനെസ് കുറയ്ക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഐ മേക്കപ്പും അതുപോലെ തന്നെ കാജലും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. ഒരു ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഒരു ഓയിൽ ക്ലെൻസർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ജെന്റിൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് കംപ്ലീറ്റ് വൈപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ കിടക്കുക. സോ ഇത്രയും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു ടെമ്പററി എഫക്റ്റ് ആണ് നിങ്ങൾക്ക് തരിക. അതായത് കണ്ണിന്റെ താഴെയുള്ള ആ ഒരു പഫിനെസ്സും അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്ലമേഷനും ഒക്കെ കുറച്ച് ഒരു താൽക്കാലികമായിട്ടുള്ള ആ ഡാർക്ക് സർക്കിൾസ് ഒന്ന് റിമൂവ് ചെയ്യും കുറച്ച് നേരത്തിന്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ കാരണമാണ് ഡാർക്ക് സർക്കിൾസ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഡ്രൈ ജെൽസും ക്രീംസും യൂസ് ചെയ്യാം. അതായത് കോജിക് ആസിഡ്, ആർബ്യൂട്ടിൻ, മൾബറി എക്സ്ട്രാക്ട് ഇതൊക്കെ അടങ്ങുന്ന അൺഡ്രൈ ജെൽസും ക്രീംസും യൂസ് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഫീൻ അതുപോലെ തന്നെ വൈറ്റമിൻ കെ അടങ്ങിയ ടോപ്പിക്കൽ ഓയിൻമെന്റ്സോ അല്ലെങ്കിൽ ജെൽസോ ക്രീംസോ യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് വേരിയസ് കെമിക്കൽ പീൽ ഓപ്ഷൻ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് അൺഡ്രൈക്ക് തന്നെ ഒരുപാട് കെമിക്കൽ പീൽസ് ഉണ്ട്. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ക്യൂസിച്ച് ലേസർ പറയും. അതുപോലെ തന്നെ ഡയലേറ്റഡ് വെസൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എർബിയം ലേസർ, അങ്ങനെ പലതരത്തിലുള്ള ലേസർ ചികിത്സകളുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് PRP, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എടുത്തിട്ടുള്ള PRP ട്രീറ്റ്മെന്റ് ഉണ്ട്. മീസോ തെറാപ്പി, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി റിങ്കിൾസ് കാരണമാണ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടോക്സിലൂടെ ആ റിങ്കിൾസ് മാറ്റാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോളിയം ലോസ് വന്നിട്ട് ഏജ് ആയിട്ട് വരുന്ന ഹോളോയിങ് കാരണമുള്ള ഡാർക്ക് സർക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലേഴ്സ്, അതായത് ഹൈഡ്രോണിക് ആസിഡ് ഇഞ്ചക്ഷനിലൂടെ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് കറക്റ്റ് ചെയ്യാം. സോ ഇത്രയും ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങളുടെ സ്കിന്ന്, കണ്ണിന്റെ അടിയിലുള്ള സ്കിൻ ലൂസ് സ്കിൻ, ചിലവർക്ക് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവും. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കലി ബ്ലെഫറോപ്ലാസ്റ്റിയിലൂടെ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് മാറ്റാം. സോ ഇത്രയും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഡാർക്ക് സർക്കിൾസിന് ഉള്ളത്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുറെ കാലം അൺഡ്രൈ ജെല്ലും ക്രീമും യൂസ് ചെയ്തിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടാത്തത് എന്നുള്ളത്. സോ ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഡാർക്ക് സർക്കിൾസിന്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും.